അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരുമായി ചേർന്നാണ് മേരാ പെഹ്ല വോട്ട് ദേശ് കെ ലിയെ ക്യാമ്പയിൻ ആരംഭിച്ചത്? വിദ്യാഭ്യാസ മന്ത്രാലയം. ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആയുഷ് മന്ത്രാലയം ഏത് രാജ്യവുമായാണ് കരാർ ഒപ്പിട്ടത്? തായ്ലൻഡ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈയിടെ ലോക്പാൽ ചെയർപേഴ്സണായി ആരെയാണ് നിയമിച്ചത്? അജയ് മണിക്രാവു ഖാൻവിൽക്കർ. RBI വാർഷിക സാമ്പത്തിക സാക്ഷരതാ വാരം എന്നു മുതൽ എന്നുവരെയാണ് സംഘടിപ്പിക്കുന്നത്? ഫെബ്രുവരി 26 മുതൽ മാർച്ച് 1 വരെ. എല്ലാ വർഷവും ദേശീയ ശാസ്ത്ര ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ്? ഫെബ്രുവരി 28. 2022-23 വർഷത്തെ ഇന്ത്യയുടെ ദാരിദ്ര്യ നിരക്കിനെ കുറിച്ച് SBI ഗവേഷകരുടെ റിപ്പോർട്ട് എന്തായിരുന്നു? 4.525 ആയി കുറഞ്ഞു. സോവിയറ്റ് ഭരണാധികാരിയുടെ അവസാന വർഷങ്ങളെക്കുറിച്ചുള്ള ഫ്രഞ്ച് നോവലായ സ്റ്റാലിൻ കൗച്ച് ബംഗാളി വിവർത്തനത്തിനുള്ള റൊമൈൻ റോളണ്ട് ബുക്ക് പ്രൈസിന്റെ 7ാം പതിപ്പ് നേടിയതാര്? പങ്കജ് കുമാർ ചാറ്റർജി. 2022-23 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി അവാർഡുകൾക്കായി എത്ര കലാകാരന്മാരെയാണ് തിരഞ്ഞെടുത്തത്? 92. 10 ഫാർമ വില്ലേജുകൾ നിർമ്മിക്കുന്നതിന് അനുകൂലമായി ആദ്യം നിർദ്ദേശിച്ച ഫാർമ സിറ്റി പദ്ധതി ഉപേക്ഷിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? തെലങ്കാന. ഗവേഷകരുടെയും പ്രവാചകരുടെയും മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഭാവി തലമുറയ്ക്കായി പുകയില വിൽപ്പന നിരോധിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നിയമം ഏത് രാജ്യമാണ് റദ്ദാക്കുന്നത്? ന്യൂസിലാൻഡ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.